ഇടുക്കി നെടുങ്കണ്ടത്ത് യുവതിയെ അജ്ഞാത സംഘം വെട്ടിപ്പരിക്കേൽപ്പിച്ചു. പാറത്തോട് മേട്ടകിൽ രോഹിണിക്കാണ് പരിക്കേറ്റത്. മോഷണ ശ്രമം തടയുന്നതിനിടെയാണ് യുവതി ആക്രമണത്തിന് ഇരയായത്. ഒരു 3:15 സമയമായപ്പം ഒരു ഒച്ച മാത്രം കേൾക്കാം. നല്ല മഴയായിരുന്നു ആ സമയത്ത്. ഒരു കുഞ്ഞു കുട്ടി കാരണവോടെ ഒരു കുറെ സൗണ്ട് ഇങ്ങനെ കേട്ടോണ്ടിരുന്നു. നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ വന്നോന്ന് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഈ അപകടം സംഭവിച്ച രോഹിണിയാണ് കരഞ്ഞുകൊണ്ട് കയറി വരുന്നതെന്ന്. നോക്കിയപ്പോൾ കയ്യിൽ നല്ല മുറിവുണ്ടായിരുന്നു. അപ്പൊ എന്താ പറ്റിയെന്ന് അന്വേഷിച്ചപ്പോൾ തന്നെ പറമ്പ് പണിയായിരുന്നു. ആ സമയത്ത് പുറകിൽ നിന്ന് വന്ന ആരോ ചെളി എടുത്ത് കയ്യിൽ വാരി തേച്ച് മുഖത്തേക്ക് മൂടി പിടിച്ച് എന്നെ കത്തിക്കൊണ്ട് കഴുത്തേക്ക് കുത്താൻ ശ്രമിച്ചു. ഞാൻ തട്ടി മാറ്റിയപ്പോൾ കയ്യെ കൊണ്ടിട്ട് എന്നെ കണ്ണ് ഫുള്ള് മണ്ണായിപ്പോയി, കാണാനും പറ്റിയില്ല. എന്നെ ഉരുട്ടി താഴേക്ക് ഇട്ടു എന്നാണ് രോഹിണി പറഞ്ഞത്. ഈ കയ്യും കൊണ്ട് ഇങ്ങനെ പുറയും ഒന്ന് കണ്ണടച്ചു. പെട്ടെന്ന് കണ്ണടച്ചപ്പം എനിക്ക് എന്താ ചെയ്യാൻ അറിയത്തില്ല, ഒച്ച വെച്ചു. കയ്യും മൊത്തം മണ്ണായിരുന്നു. മണ്ണും മൊത്തം കണ്ണിനകത്തും കയറി. അപ്പൊ ഇവിടെയെല്ലാം മണ്ണിന്റെ പാടുകളുണ്ട്. അപ്പൊ അങ്ങനെ പിടിച്ചപ്പം ഇവർ കൈ കൊണ്ട് മാറ്റാൻ ശ്രമിച്ചപ്പം അവൻ കഴുത്തേൽ വെട്ടാൻ വന്നു. അപ്പം കഴുത്തേൽ വെട്ടാൻ വന്നത് പെട്ടെന്ന് ഇങ്ങനെ കൈ പിടിച്ച് മാറ്റാൻ വന്നപ്പം കയ്യിലും കൊണ്ടു. കയ്യിൽ വെട്ടിയപ്പം അവൻ താഴേക്ക് ഉരുട്ടിയിട്ടിട്ട് ഓടിപ്പോയി. ഇവൾ കരഞ്ഞുകൊണ്ട് തന്നെ ഒച്ച വെച്ചുകൊണ്ട് തന്നെ വീണ്ടും തിരിച്ചു വരുവാൻ ഓർത്ത് പേടിച്ചിട്ട് മേലിക്കേറി വന്നപ്പം ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഉള്ളവരെല്ലാം 2-3 നാട്ടുകാരും ഉണ്ടായിരുന്നു. അവരെല്ലാം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നാക്കി. നിതിൻ തോമസ് ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നിതിൻ, ഗുഡ് മോർണിംഗ്. ഇത് എപ്പോഴാണ് സംഭവിച്ചത്? എന്താണ് കാരണം എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും വ്യക്തതയുണ്ടോ? ഇതിന് പിന്നിൽ ആരാണ് എന്നത് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? എന്താണ് വിവരങ്ങൾ നിതിൻ? മേട്ടകിൽ സ്കൂളിന് സമീപത്തുള്ള ഇവരുടെ കൃഷിയിടത്തിൽ തന്നെ ജോലി ചെയ്യുന്ന സമയത്താണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത്. പിറകിൽ നിന്ന് ഒരാൾ കയ്യിൽ ചെളിയും മണ്ണും നിറച്ച് ബലമായി ഈ യുവതിയുടെ കണ്ണും മുഖവും പൊത്തി. ഈ സമയം കൂടെ ഉണ്ടായിരുന്ന രണ്ടാമൻ ഇവരുടെ സ്വർണ്ണമാല പൊട്ടിക്കാൻ ശ്രമിച്ചു. ഒരു മോഷണ ശ്രമമായിരുന്നു ഇത്. രോഹിണി തടഞ്ഞു. ആ തടഞ്ഞ സമയത്താണ് ഒന്നാമൻ കയ്യിൽ കരുതിയിരുന്ന ആയുധം ഉപയോഗിച്ച് ആക്രമിച്ചത്. ആക്രമണത്തിൽ വലത് കൈപ്പത്തിയുടെ പുറത്ത് ആഴത്തിൽ രോഹിണിക്ക് മുറിവേറ്റു. 3 ഞരമ്പുകൾക്കും ഗുരുതര പരിക്ക് സംഭവിച്ചു. നിലവിളിച്ച യുവതിയെ ആക്രമികൾ തള്ളി താഴെയിട്ട് രക്ഷപ്പെടുകയായിരുന്നു. ഈ രോഹിണിയുടെ നിലവിളി കേട്ടെത്തിയ അയൽവാസിയും അതുപോലെ തന്നെ ബന്ധുവുമായ സ്ത്രീയാണ് നെടുങ്കണ്ടം കല്ലാറിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ഇവരെ പ്രവേശിപ്പിച്ചത്. നിലവിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതിന് പിന്നിൽ ആരാണ് എന്നുള്ളത് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ ബുധനാഴ്ച ഉച്ച കഴിഞ്ഞ് 3:15 ഇത്തരത്തിലൊരു സംഭവം നടന്നത്. അതായത് പട്ടാപ്പകൽ അവരുടെ തന്നെ കൃഷിയിടത്തിൽ വെച്ച് നടന്ന ഒരു സംഭവമായിരുന്നു മോത്തി ഇത്. ശരി, നിതിൻ തോമസ് ആണ് വിശദവിവരങ്ങൾ നൽകിയത്. അജ്ഞാത സംഘം യുവതിയെ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. അതിന്റെ വിശദാംശങ്ങളാണ് നൽകിയത്.